നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. ഈ വർഷത്തെ 2025 കർക്കിടക വാവ് ബലി ഇടേണ്ടത് ജൂലൈ മാസം 24 തീയതിയാണ്. അപ്പോൾ അതിന് തലേദിവസം നമ്മൾ ഒരിക്കലെടുത്ത് പിറ്റേ ദിവസം രാവിലെ വേണം ബലിയിടാനായിട്ട്. എവിടെയാണ് വാവ് ബലി ഇടേണ്ടത്, എവിടെ ഇട്ടാലാണ് കൂടുതലായിട്ടുള്ള ഗുണങ്ങളുണ്ടാവുക എന്ന് പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. എവിടെയാണ് ബലിയിടേണ്ടത്? നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ പുരാണ ഇതിഹാസ കഥാപാത്രങ്ങളെല്ലാം ബലിതർപ്പണം നടത്തുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും അധികം ബലിതർപ്പണങ്ങൾ നടത്തിയിട്ടുള്ളത് തീർത്ഥകരകളിലാണ്, ജലാശയങ്ങളുടെ കരകളിലാണ്. നദിയുടെ തീരത്തോ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ തീരത്തോ ഒക്കെയുള്ള ജലാശയങ്ങളുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിൽ തീരത്ത് മുങ്ങിക്കുളിച്ച് ഈറനായിട്ട് ബലിയിടുന്നതാണ് ഏറ്റവും ഉത്തമം. എവിടെയെങ്കിലും കുളിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മുങ്ങിക്കുളിച്ച് ആ ഈറനായിട്ട് ഈറനോട് കൂടി വന്ന് ബലിയിടുന്നത് തന്നെ ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ബലിയിടൽ ചടങ്ങ്. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ളത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ അല്ലെങ്കിൽ പുഴകൾ അല്ലെങ്കിൽ ജലാശയം എന്താണെങ്കിലും അത് കിഴക്കോട്ടൊഴുകുന്ന ജലാശയങ്ങൾ, അത്തരം കിഴക്കോട്ടൊഴുകുന്ന ജലാശയങ്ങൾ വിഷ്ണുപദത്തിൽ പോയി ലയിക്കും എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ നമ്മുടെ പിതൃക്കൾക്ക്, നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ നമ്മുടെ പിതൃക്കൾക്ക് സായുജ്യപ്രാപ്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിഷ്ണുപദത്തിൽ പോയി ലയിക്കുമ്പോഴാണ് സായുജ്യപ്രാപ്തി ലഭിക്കുക അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ കിഴക്കോട്ടൊഴുകുന്ന ജലാശയങ്ങളുടെ തീരത്ത് ബലിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിതൃക്കൾക്ക് അത് വിഷ്ണുപദത്തിൽ പോയി ലയിക്കുമെന്നും, നമ്മളുടെ ആ ഒരു ബലി തർപ്പണം വിഷ്ണുപദത്തിൽ പോയി ലയിക്കുമെന്നും, അതുകൊണ്ട് തന്നെ നമ്മുടെ പിതൃക്കൾക്ക് വളരെ വേഗം മോക്ഷം ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസവും കൂടിയുണ്ട്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ ബലിയിടുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഗുണപ്രദമാണ്. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ആലുവ പോലുള്ള സ്ഥലങ്ങൾ, ചെല്ലാമറ്റം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഭാഗത്തേക്കെങ്കിലും പുഴ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ ബലിയിടുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി പല ക്ഷേത്രങ്ങളിലും നമുക്കറിയാം, പല ക്ഷേത്രങ്ങളിലും ഇത്തരം ബലി ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലും അതുപോലെ പല സംഘടനകളൊക്കെ ഇത്തരം ബലി തർപ്പണങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ചടങ്ങുകൾ നടത്തുന്നത് ശരിയായ ഒരു കാര്യമല്ല. കാരണം ക്ഷേത്രം എന്നുള്ളത് ഒരു ദേവതാ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു സങ്കേതമാണ്. അവിടെ പിതൃതർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ വരുമ്പോൾ, മറ്റ് ഒരു വഴിയില്ലാതെ വരുന്ന സമയത്ത് അത് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. എങ്കിലും കഴിയുന്നതും നിങ്ങൾക്ക് അങ്ങനെ ഈ ജലാശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി കുളിച്ച് ഈറനായിട്ട് ബലിയിടാനുള്ള സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഈ കിഴക്കോട്ടൊഴുകുന്ന നദികളോ പുഴകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഇനി ഒരു നിർവാഹവുമില്ല, പുഴയില്ല, അല്ലെങ്കിൽ നമുക്കൊരു തരത്തിലുള്ള ജലാശയങ്ങളിൽ തീരത്തിടാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള എവിടെയാണോ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്, ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളൊക്കെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി അവിടെ പോയിട്ട് ബലിയിടാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ വർഷം ബലിയിടണം. പിതൃക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിതൃതർപ്പണം എന്നുള്ളത്. നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലിതർപ്പണം. വളരെയധികം പ്രാധാന്യം ബലിതർപ്പണത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വർഷം ബലിതർപ്പണം ചെയ്യുക. നന്ദി, നമസ്കാരം.